മാനെന്നും വിളിക്കില്ല തെന്നലേ ലാലാലേ. ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നും അല്ല. MRS തൊപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. നിങ്ങളെ പോലെ തന്നെ എനിക്കും അറിയുള്ളൂ. ഞാൻ ഈ ഗെയിം കാണലോ അല്ലെങ്കിൽ കളിക്കലോ ഒന്നുമില്ല. ഇവരുടെ എന്തെങ്കിലും വിവാദപരമായിട്ടുള്ള കാര്യങ്ങൾ അത് വരുമ്പോഴും മാത്രമാണ് ഞാൻ കാണുന്നത്. ഏതായാലും 30-40 ലക്ഷം രൂപ ഉണ്ടാക്കുന്ന തൊപ്പി 10 പൈസ ഞങ്ങൾക്ക് ശമ്പളമായിട്ട് തന്നിട്ടില്ല. മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യുന്നത് വരെ സ്വന്തം കുടുംബത്തിൽ നിന്നും വാങ്ങിച്ചിട്ടാണ്. അവന് വേണ്ടിയിട്ട് പട്ടിപ്പണി എടുക്കാറുണ്ട് ഞങ്ങൾ. അവൻ്റെ ഷഡ്ഡി പോലും ഞങ്ങൾ കഴുകി കൊടുക്കാറുണ്ട്. അതുമാത്രവുമല്ല, അവൻ കഴിക്കുന്നത് ചിക്കൻ കാല് കടിച്ചു വലിക്കുമ്പോൾ അത് നോക്കി വെള്ളമിറക്കിയിട്ട് ഞങ്ങൾ ചമ്മന്തിയും കഞ്ഞിയുമാണ് കഴിച്ചത് സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ കൂടെയുള്ള 2 പിള്ളേർ വന്നിട്ടുണ്ട്. ആ പിള്ളേർ മുഴുവൻ കരച്ചിലാണടേ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്മാർക്കൊന്നും കൊടുക്കത്തില്ലാന്നേ. അതായത് ഇവൻ ഇത്രയും പൈസ ഉണ്ടാക്കിയിട്ട് എന്താടാ തൊപ്പി, നിനക്ക് കുറച്ച് പൈസ അവർക്ക് കൊടുത്തൂടെ? ഇത് ഏടെ കൊണ്ടുപോകാനാന്ന് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ 40 ലക്ഷം രൂപയൊക്കെ മാസം ഉണ്ടാക്കുന്ന നീ ഇത് എവിടെ കൊണ്ടുപോകാനാണ്? ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ടല്ലോ നീ ബിഗ് ബോസിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗെയിമാണിതെന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല കേട്ടാ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവന് ബിഗ് ബോസ് പോകേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ ഇവൻ ഒരുപാട് പണികൾ വെളിയിലുണ്ട്. പിന്നെ എന്തിനാണ് ഇവൻ ബിഗ് ബോസ് പോകുന്നത്? അപ്പൊ ഈ പഹേന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഈ പഹൻ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാല് ഒരു ഭയങ്കരമായിട്ട്, അതായത് ജനങ്ങളെ വെറുപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള ലൈവുകള് പല അർത്ഥത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ മീനിങ്ങുകൾ പറയുക, പിന്നെ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുക, അങ്ങനെയൊക്കെയുള്ള ഒരു തരത്തിലുള്ള ലൈവാണ്. അതിൻ്റെ ഇടയിൽ കേസും പൊല്ലാപ്പൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇവനെയൊക്കെ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് വളഞ്ഞ് കേരള പോലീസ് പിടികൂടിയ ചരിത്രമൊക്കെ ഉണ്ട്. അതിലൊന്നും നമുക്ക് യാതൊരുവിധ ഇതുമില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അത്ര വലിയ ഒരു ഭീകരനൊന്നും അല്ല ഈ തൊപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ തൊപ്പി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ ഇപ്പോഴും എല്ലാവരും കൂടിയിട്ട് എന്ന് പറഞ്ഞാൽ ടാർഗറ്റ് ചെയ്യുകയാണ്. വേറെ ഒന്നുമല്ല, 2 പേര് വന്നിട്ട്, അതായത് പട്ടിപ്പണി എടുപ്പിച്ചിട്ട് ഞങ്ങൾക്ക് ശമ്പളം തന്നിട്ടില്ല, ഞങ്ങളെ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് ഭക്ഷണം വരെ തന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് 2 പേര് രംഗത്ത് വന്നിരിക്കുന്നത്. തൊപ്പി ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ തെറ്റാണ്. ഏതായാലും നിനക്ക് കുറേ പൈസ കിട്ടുന്നുണ്ട്, എന്നാൽ പിന്നെ ഇവറ്റകൾക്കും കൂടി എന്തെങ്കിലും ഒരു ശമ്പളമായിട്ട് കൊടുത്തൂടെ? ഏതായാലും ഒരു പണിയല്ലേ ഇവന്മാരും എടുക്കുന്നത്. ഏതായാലും ഇതൊരു സ്വയം തൊഴിലാണ്, ഇല്ലെങ്കിൽ ഇതൊരു കമ്പനിയാണ്, ഇല്ലെങ്കിൽ ഇതൊരു പണിയാണെന്ന് കരുതിയിട്ട് എന്തെങ്കിലും കൊടുത്തൂടെ? ഇപ്പോഴെല്ലാവരും പറയുന്നത് തൊപ്പി അങ്ങ് തീർന്നു, തൊപ്പീൻ്റെ കഴിഞ്ഞു എന്നൊക്കെ പറയുന്നത്. ഒരു മണ്ണാങ്കട്ടിയും നടക്കൂല. അതായത് തൊപ്പിക്ക് ഇതോട് കൂടിയിട്ട് കുറെ റീച്ച് വരും എന്നല്ലാതെ, തൊപ്പിക്ക് റീച്ച് വരും, ഇവന്റെ കൂടി ഉള്ളവർക്കും റീച്ച് വരും. ഇതിൽ റീച്ച് ഒന്നും കിട്ടാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ വീഡിയോ കാണുന്ന നമ്മളെ പോലെ തന്നെ ആൾക്കാർക്ക് മാത്രമാണ്. അതായത് ഒരു കാര്യവുമില്ല, ഒരു ഉപകാരവും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മക്കളെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നിർവാഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവറ്റകളുടെ ഒന്നും വീഡിയോ പോയി കാണരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ. ഒരിക്കലും ഞാൻ പ്രോത്സാഹിപ്പിക്കത്തില്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഉപകാരവും ഇല്ലാത്തൊരു വീഡിയോ ആണ്. അപ്പൊ അങ്ങനെയുള്ള തൊപ്പി ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർക്കൊക്കെ പണം കൊടുത്തിട്ടൊക്കെ നന്മമരമാകുന്നുണ്ട്. കൊടുക്കട്ടെ, കാരണം തൊപ്പി അങ്ങനെ പണം കൊടുക്കട്ടെ, അയാൾക്ക് ഉണ്ടെങ്കിൽ കൊടുക്കട്ടെ. കാരണം എന്താ വെച്ചാൽ ഒരുപാട് ആൾക്കാർ പണത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവന്റെ ഫെയിമിന് വേണ്ടിയിട്ടായാലും പറ്റില്ല, പരസ്യത്തിന് വേണ്ടിയിട്ടായാലും പറ്റില്ല, പണം കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കട്ടെ. അതിനൊന്നും ആരും ഇടങ്ങാറ് പറയണ്ട. പക്ഷെ ആ പാവപ്പെട്ട 2 പിള്ളേർക്ക് എന്തെങ്കിലും ശമ്പളമായിട്ട് കൊടുക്കണ്ടേ? അതൊട്ട് ഇവൻ കൊടുത്തിട്ടും ഇല്ല എന്നാണ് അവന്മാർ പറയുന്നത്. ഇനി വേറൊരു കാര്യം, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവന്മാരുടെ ഐഡിയ ആയിരിക്കും. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇവന്മാരുടെ ഐഡിയക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ പലതും കളിക്കും. നമ്മൾ വിചാരിക്കുന്നതല്ല, നമ്മളെ മണ്ടന്മാരാക്കാൻ വേണ്ടിയിട്ട് ഇവന്മാർ ചിലപ്പോൾ ഉള്ളിലൂടെ ദേഷ്യം വന്നതുപോലെ അഭിനയിച്ച് ചിലപ്പോൾ നമ്മളെ മണ്ടന്മാരാക്കും. അതുണ്ട്, അങ്ങനെയുണ്ട് ഇവന്മാരുടെയൊക്കെ മനസ്സിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയും ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരിക്കലും ഈ തൊപ്പി പറയുന്നതൊന്നും നിങ്ങൾ വിശ്വസിക്കണ്ട, അല്ലെങ്കിൽ തൊപ്പിയെ പറ്റി മറ്റവന്മാർ പറയുന്നതും വിശ്വസിക്കണ്ട. 2 ആഴ്ച കഴിയുമ്പോൾ ഇവരെല്ലാവരും കൂടി ഒരു ലൈവ് തന്നെ ഉണ്ടാകും. അപ്പോഴാണ് നമ്മൾ അയ്യടാ ഇവന്മാരല്ലേ അന്ന് തെറ്റിയത് എന്നൊക്കെ പറയാ. അതായത് ഇവനിപ്പോഴും വന്നിട്ട് കുറേ തൊപ്പീൻ്റെ കുറ്റാണ് പറയുന്നത്. തൊപ്പി എനിക്ക് ശമ്പളം തരുന്നില്ല, തൊപ്പി പട്ടിപ്പണി ഏൽപ്പിച്ചോ, തൊപ്പി ഷഡ്ഡി അൽക്കിച്ചോ, തൊപ്പി ആണെങ്കിൽ ഭക്ഷണം തരുന്നില്ല, തൊപ്പി എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്തൂടെ, ഇതൊന്നും തരൂല എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അന്ന് തന്നെ ഇറങ്ങിയിട്ട് കൊണ്ട് വന്നൂടെ? അതായത് ഇത്രയും നാൾ എന്തിനാ പിന്നെ പിടിച്ചു നിന്നത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് തൊപ്പീൻ്റെ കൂടെ ഇത്രയും നാൾ നിന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിയ പാട് ഇമാതിരിയുള്ള കോപ്രായങ്ങൾ കാട്ടുന്ന കുറേ ടീമുകളുണ്ട്. എന്താ ഇതിന്റെ ആവശ്യം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എവിടെ നോക്കിക്കഴിഞ്ഞാലും അങ്ങനെയാണ്. 3-4 വർഷം ജോലി ചെയ്യും, അത് കഴിഞ്ഞതിന് ശേഷം ഇറങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്കില്ലാത്ത കുറ്റങ്ങളില്ല. അയ്യോ അവരങ്ങനെ ചെയ്ത്, അവരിങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് അങ്ങോട്ടെന്ന് പറഞ്ഞാൽ മെഴുകലാണ് വന്നിട്ട്. ഇത് പൊതുവേ മലയാളികളുടെ ഒരു സ്വഭാവം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ തൊപ്പി എന്ന് പറയുന്ന ഗ്യാങ്ങോ തൊപ്പിയോ അവരെന്തായാലും ഇനി മോശമായാലും ഇതായാലും എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ നാട്ടുകാരുടെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ പ്രഹസനം കാണിക്കണോ, നാട്ടുകാരുടെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ ഊളത്തരം കാണിക്കണോ? എന്തിനാണെന്ന് കാണിക്കുന്നത്?
ശമ്പളം തരുന്നില്ലെങ്കിൽ അന്ന് തന്നെ വിട്ടു വരുവല്ലേ വേണ്ടത്. ഇമാതിരി കളി കളിച്ചിട്ട് അവിടെ നിൽക്കേണ്ട ആവശ്യമുണ്ടോ? എന്നിട്ട് പറയുകയാണ്, അയ്യോ ഞാനിപ്പോഴും വെളിയിലിറങ്ങാൻ പറ്റുന്നില്ല, ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇതായി, ഒരു മണ്ണാങ്കട്ടിയായില്ല, പോയിട്ട് നല്ല തടിയാണെങ്കിൽ പണിയെടുക്കുക, ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, തൊപ്പിയെ പോലെ നിങ്ങൾ നോക്ക്. തൊപ്പി ഇപ്പം നോക്കി, തൊപ്പി ഒരുപാട് കാലം കഴിഞ്ഞിട്ടല്ലേ വളർന്നിനി. അതേപോലെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ നിങ്ങളുടേതായി നോക്കിക്കോ. ശരിക്കും പറഞ്ഞാൽ ഉറക്ക് വരുന്നട്ടെ. ഇന്നലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ കൊട്ടിയൂർ പോയിട്ട് രാവിലെ വന്നിനായിരുന്നു, അതുകൊണ്ട് ഉറക്കം ശരിയായില്ല. അതുകൊണ്ടാണ് ഒരു മാതിരി ഇങ്ങനെ. ഏതായാലും തൊപ്പിയോട് എനിക്ക് പറയാനുള്ളത്, അതായത് തൊപ്പിയോട് എനിക്ക് പറയാനുള്ളത്, അവന്മാർക്ക് എന്തെങ്കിലും കൊടുത്തു വിട്. ഒരുപാട് പൈസ സമ്പാദ്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും കൊടുത്തു വിടുക. എന്തിനാ ഇങ്ങനെ സ്വയം പല്ല് കുത്തിയിട്ട് നാറ്റിക്കുന്ന നടന്ന്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നമ്മൾക്കിപ്പം എന്ന് പറഞ്ഞാൽ ഒരു 5-6 ലക്ഷം റുപ്യ ഇല്ല 2-3 ലക്ഷം റുപ്യ വരുമാനം ഉണ്ടെങ്കിൽ നമ്മളെ കൂടി ആരും ഉണ്ടെങ്കിൽ അവർക്ക് സന്തോഷിക്കാൻ വേണ്ടി എന്തെങ്കിലും കൊടുക്കണ്ടേ? അല്ലാതെ കൊടുക്കാതെ നിന്നെ കൊണ്ട് ഞാൻ പട്ടിപ്പണി എടുപ്പിക്കും. അത് മാത്രമല്ല, ഇത് എടുക്കാൻ നിൽക്കുന്നവൻ അതിനപ്പുറത്തെ പൊട്ടന്മാർ. എന്നാൽ പിന്നെ അവന്മാരിലെ അത് എടുക്കാണ്ടിരിക്കണ്ടേ? ഞാൻ എടുക്കത്തില്ല, ഞാൻ ഈ പണി എടുക്കത്തില്ല എന്ന് അവന്മാരിലെ പറയേണ്ടത്. അതൊട്ട് അവന്മാർ പറഞ്ഞിട്ടുമില്ല. അവന്മാർ ഇത്രയും നാളെന്ന് പറഞ്ഞാൽ അവൻ്റെ കൂടെ നിന്ന്, അവൻ്റെ കൂടെ എല്ലാ തോന്നിവാസങ്ങൾക്കും കൂട്ടുനിന്ന്, പിന്നെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അഭിനയമാണെന്ന് പറയുന്നത്. അതായത് തൊപ്പി ഭയങ്കരമായിട്ട് അഭിനയിക്കും. TV ഒക്കെ ചവിട്ടി പൊട്ടിക്കുന്ന ഒരു രംഗലുണ്ടല്ലോ, അത് തൊപ്പി ശരിക്കും പറഞ്ഞാൽ അഭിനയിച്ചതാണെന്നാണ് പറയുന്നത്. ഒറിജിനലൊന്നും അല്ല പോലും. അതായത് ഈ TV അടിച്ചു പൊട്ടിക്കുന്ന രംഗൊന്നും ഒറിജിനലല്ല, അടിച്ചു പൊട്ടിക്കാതെ അത് വെറുതെ അഭിനയിച്ചതാണ്. വർക്കാകാതെ TV പോലും കൊണ്ടുപോയിട്ട് ചവിട്ടി പൊട്ടിച്ചത്. എന്നിട്ട് അതിന്റെ പേരിൽ എന്ന് പറഞ്ഞാൽ ലൈവ് സ്ട്രീമിൽ പുതിയ TV കാണിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ പൈസ കൊടുത്തിനെന്നാണ് പറയുന്നത് കേൾക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെ മണ്ടന്മാരാക്കുന്ന കുറേ ഉടായ്പകളുണ്ട്. ഇതൊക്കെ കാണാൻ വേണ്ടി മലയാളികളുണ്ട് കേട്ടോ. മലയാളികൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇതൊക്കെ ജീവിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് ഒരുപാട് ആരാധകരും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇവനെ പൂട്ടാൻ വേണ്ടിയിട്ട് കുറേ പോലീസ് നോക്കിയാന്ന്, പക്ഷെ അതൊന്നും നടന്നിട്ടില്ല. ഏതായാലും കുറേ നാൾ മുമ്പ് വരെ തൊപ്പിയെ പറ്റിയിട്ട് വളരെ മോശമായ അഭിപ്രായമാണെങ്കിലും ഈയിടെയായിട്ട് തൊപ്പിയെ പറ്റിയിട്ട് എല്ലാവരും നല്ലത് മാത്രമാണ് പറയുന്നത്. കാരണം വേറെയൊന്നും അല്ല, തൊപ്പിയുടെ ചാരിറ്റി തന്നെയാണ്. അതായത് എത്ര മോശപ്പെട്ട വ്യക്തിയായാലും ശരി, 2 ചാരിറ്റി ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പൊന്നു മക്കളെ, ആ നിമിഷം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഭൂതകാലങ്ങളെല്ലാം മറന്ന് നിങ്ങൾ 2 കൈയും നീട്ടി സ്വീകരിക്കും നമ്മൾ മലയാളികൾ. അതാണ് മലയാളികളുടെ ഒരു പവർ എന്ന് പറഞ്ഞാൽ. അതിനു മുമ്പ് നീ എന്ത് ദണ്ഡിത്തരം കളിച്ചാലും, എന്ത് ഊളത്തരം കളിച്ചു കഴിഞ്ഞാലും, ആർക്കൊക്കെ ശല്യം ഉണ്ടാക്കി കഴിഞ്ഞാലും ഒരു പ്രശ്നവുമില്ല. പക്ഷേ നീ ഇപ്പോഴും കാണിക്കുന്നത്, അതായത് ഒരാളോട് നീ 10 ഉറുപ്പ്യ കൊടുത്തിട്ട് അയാൾ സഹായിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്ന മക്കളെ, നിന്നെ എടുത്തിട്ട് തലയിൽ വെക്കും നമ്മൾ, പിന്നെ നിന്നെ പുറത്തിറക്കൂല. അമ്മാതിരി ഇത് നമ്മൾ സ്നേഹം, നമ്മളങ്ങ് സ്നേഹിക്കും മലയാളികളെ. പക്ഷേ നീ ഇനി കൊടുത്തില്ലെങ്കിലില്ലേ, നിന്നെ അതേപോലെ എടുത്തിട്ട് വലിച്ചെറിയുകയും ചെയ്യും. അതാണ് പറയുന്നത്. ഈ ചാരിറ്റിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ തൊപ്പി അതിനെ പഠിച്ചു. തൊപ്പിയും കുറച്ച് ആൾക്കാർക്ക് ചാരിറ്റിയും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് തൊപ്പി ഇപ്പം നല്ലതാണ്. അതുപോലെ തൊപ്പിക്ക് ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാൻസ് ഉണ്ട്. പണ്ടൊക്കെ തൊപ്പീനെ പൂട്ടാൻ വേണ്ടിയിട്ടും തൊപ്പി കാരണം എൻ്റെ മക്കൾ നശിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ബാപ്പമാരുണ്ടായിരുന്നു, അല്ലെങ്കിൽ കുറേ പിതാക്കന്മാരുണ്ടായിരുന്നു. ഇവരൊക്കെ ഇപ്പോഴെന്താ ചെയ്യുന്നത് വെച്ചാൽ തൊപ്പിയെ പോലെയാകട, കാരണം ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം എല്ലാ ബാപ്പമാരും പറയുന്നത് നിങ്ങളെല്ലാവരും തൊപ്പിയെ പോലെ ആകണം എന്നാണ്. കാരണം എന്താ വെച്ചാൽ തൊപ്പി നല്ല പൈസ ഉണ്ടാക്കുന്നുണ്ട്. തൊപ്പിന്റെ ഗ്യാങ്ങിലേക്ക് ചേരടാ മക്കളെ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് രക്ഷിതാക്കൾ ഇപ്പം തള്ളിവിടാൻ വേണ്ടി നോക്കുന്നുണ്ട്. കാരണം അയാളുടെ വരുമാനം കേട്ടിട്ട് ഇവരൊക്കെ ഞെട്ടിയിരിക്കുകയാണ്. ഗൾഫിൽ പോയിട്ട് 25-30 കൊല്ലം പണിയെടുത്തിട്ട് ഒന്നും കിട്ടുന്നില്ല. നേരെ മറിച്ച് തന്നെ തൊപ്പിയെ പോലെയാണെങ്കിൽ ഒരു മാസം കൊണ്ട് 13 വർഷത്തെ പൈസ ഉണ്ടാക്കാമെന്നത് പിതാക്കന്മാർ മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ എല്ലാവരും തൊപ്പീൻ്റെ കൂടെ തന്നെയാണ്. തൊപ്പി കാരണമാണ്, അല്ലെങ്കിൽ തൊപ്പിയുടെ കൂടെ നടക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എല്ലാവരും തൊപ്പിയുടെ കൂടെയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്, ഇവന്മാരുടെ ഈ പിന്നെ എന്താണ്ട് ഭക്ഷണം കിട്ടിയില്ല, ഷഡ്ഡി ഇളക്കി തന്നു, അല്ലെങ്കിൽ പണിയെടുപ്പിച്ചോ, പട്ടിപ്പണി എടുപ്പിച്ചോ, 5 പൈസ തന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിലെന്തോ ഒരു കള്ളസ്ഥലമുണ്ട്. ഇല്ലെങ്കിൽ നമ്മളെല്ലാവരെയും തോപ്പിക്കാൻ വേണ്ടിയിട്ട്, ഇല്ല നമ്മളെല്ലാവരെയും ഊളയാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ബൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ ഈ തൊപ്പിയുടെ വീഡിയോ ഒന്നും കാണില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനും അറിയില്ല. നന്ദി, നമസ്കാരം. ഹൈപ്പ് ചെയ്യാൻ മറക്കല്ലേ. ബൈ ബൈ.